ഈസ്റ്ററിൻ്റെ തലേന്ന് ശനിയാഴ്ച തന്നെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം ശനിയാഴ്ച എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൺഡേ ഫ്രീ ആയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഒരു ഹാപ്പി ഈസ്റ്റർ വിഷസ്. എന്തായാലും ഈസ്റ്ററൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വിഷു എത്താറായെന്ന് അറിയാം. എന്നാലും നമുക്ക് നമ്മുടെ ഈസ്റ്ററിൻ്റെ എല്ലാ വിശേഷങ്ങളും കൂടിയിട്ട് ഞാനൊരു ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈസ്റ്ററിൻ്റെ തലേന്ന്, അതായത് ദുഃഖ ശനിയാഴ്ച ആയിരിക്കുമല്ലോ നമ്മുടെ മെയിൻ കുക്കിംഗ് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ മാത്രമല്ല, എല്ലാ കറികളും പറ്റണതൊക്കെ നമ്മൾ അന്ന് തന്നെ റെഡിയാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരു മീൻ കറി ഉണ്ടാവും, പിന്നെ മീൻ വറുക്കും, പിന്നെ പോർക്ക്, ചിക്കൻ, ബീഫ്, ഇതിലേതെങ്കിലും 2 ഐറ്റംസ് ഉണ്ടാവും. ആക്കാൻ പോണല്ലോ, റെഡിയാക്കട്ടെ, അപ്പോഴേ ടേസ്റ്റ് അറിയുള്ളൂ. ബീഫ് ടേസ്റ്റ് ഉള്ള തന്നെയാ. കഴിക്കില്ലേ? അപ്പോൾ ശനിയാഴ്ച തന്നെ നമുക്കുള്ള ബീഫും അതുപോലെ പോർക്കൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതിൽ വെക്കാൻ മീൻ കറിയാണ് കേട്ടോ. മീൻ കറിയാണല്ലോ നമുക്ക് കുറച്ചുകൂടി ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി വരാം. അപ്പോൾ അത് കാരണം മീനിനുള്ള മസാലയൊക്കെ ആദ്യം ആക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോർക്കും ബീഫൊക്കെ. അപ്പോൾ ബീഫിനെയാണ് മോൻ വന്നിട്ട് ജെല്ലി ചിക്കൻ എന്ന് പറയുന്നത്, അതായത് പോർക്കിനെയാണ് കേട്ടോ അവൻ ഉദ്ദേശിച്ചത്. പോർക്ക് ഇറച്ചീനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ജെല്ലി പോലെയാണല്ലോ, അപ്പോൾ അതാണെന്നാണോ വന്ന് ചോദിച്ചത്. കാരണം പോർക്കാണ് മോനെ ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ വട്ടയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് നമ്മൾ വൈകുന്നേരം ഒരു 6:30 കുർബാനയുടെ സമയത്തായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം മാവൊക്കെ പൊന്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ വന്ന് വട്ടയപ്പം റെഡിയാക്കുക, പിന്നെ കറികളൊക്കെ റെഡിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മീൻ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബീഫും വെച്ചു. പോർക്കിനുള്ളത് മസാലയൊക്കെ തേച്ച് വേവിച്ച് വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടായിരുന്നു പിന്നെ ബാക്കി കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്ത്. ഈ ദിവസങ്ങളിലാണെങ്കിൽ കുർബാനയ്ക്കാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ എത്രയോ മാക്സിമം നമ്മൾ നേരത്തെ ഇറങ്ങാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം എല്ലാ ദിവസവും, അതിലിപ്പോൾ ഓശാന ഞായറാണെങ്കിലും അത് തൊട്ട് പിന്നെ പെസഹവ്യാഴം, ദുഃഖവെള്ളി, എല്ലാ ദിവസങ്ങളും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നേരത്തെ എത്തിയാലും നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വട്ടയപ്പൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് ഈസ്റ്ററിൻ്റെ അന്നത്തെ രാവിലത്തെ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തലേന്ന് തന്നെ വട്ടയപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വട്ടയപ്പവും അതുപോലെ തന്നെ പോർക്കും ബീഫൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. പിന്നെ ചായ വയ്ക്കാം എന്നുള്ളൊരു പണി മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതിപ്പോൾ ഈസ്റ്ററിനായാലും അതുപോലെ ക്രിസ്മസൊക്കെ ആണെങ്കിലും വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വട്ടയപ്പും ചിക്കൻ കറി, ചിക്കനല്ല അതിനേക്കാളും മെയിനായിട്ട് ഇവിടെ പോർക്കോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആദ്യം തന്നെ കഴിക്കാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ ഓരോ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ വീടും അതുപോലെ നാടൊക്കെ നമ്മൾ മിസ് ചെയ്യുക. കാരണം പള്ളിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഈസ്റ്ററിൻ്റെ അന്നത്തെ ദിവസം കുർബാനയ്ക്ക് പോകാമെന്ന് പറയുമ്പോഴും അതുപോലെ പെസഹവ്യാഴം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആകെ ഒരു തിരക്കും അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്കൊന്നും നമുക്ക് ഇവിടെ ഇല്ല. വെറുതെ പള്ളിയിൽ പോയിട്ട് നമ്മുടെ കുർബാന കണ്ടിട്ട് വരാമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു നാട് നമുക്ക് ശരിക്കും മിസ് ചെയ്യും. എന്നാലും നമ്മളിവിടെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഓരോ ദിവസങ്ങളും ആഘോഷിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. പക്ഷേ ഈ 2 മക്കളെയും അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ടാസ്ക് അറിയില്ല. അവർക്ക് എന്താ പറയുക, നമ്മളിവിടെ ചിക്കൻ ഉണ്ട് അല്ലെങ്കിൽ ബീഫ് എന്തുണ്ടെങ്കിലും ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണെങ്കിൽ പോലും അവർ കഴിക്കില്ല. അവരെ കൊണ്ട് നമ്മൾ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചാൽ മാത്രമേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചീറ്റൊക്കെ പറഞ്ഞിട്ട് വേണം അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈസ്റ്ററിന് അന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മൾ തലേദിവസം തന്നെ കറികളൊക്കെ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മീൻ വറുക്കലാണ് പിന്നെ ഒരു പണി നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ നമുക്കൊരു സാലഡ് ഉണ്ടാക്കണം, പിന്നെ ചോറ് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പണികൾ മാത്രമേ നമ്മൾ ആ ഒരു ദിവസത്തേക്ക് വയ്ക്കാറുള്ളൂ. ബാക്കി കറികളൊക്കെ പിന്നെ നമുക്കറിയാമല്ലോ, ഈ നോൺ വെജ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ തലേദിവസം വെക്കുന്നത് തന്നെയായിരിക്കും അത് നമ്മൾ അന്നത്തെ ദിവസം എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാനും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഈ എന്താ പറയുക പോർക്കും ബീഫൊക്കെ ആകുമ്പോൾ അതിങ്ങനെ ചൂടാക്കി നമ്മൾ എത്രയും ചൂടാക്കുന്നോ അത്രയും അതിങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അങ്ങനെ നമ്മുടെ ബീഫും പോർക്കൊക്കെ ചൂടാക്കി കഴിഞ്ഞു. ഇനി അത് നമുക്ക് കഴിക്കാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റായിരുന്നു കേട്ടോ. കാര്യം നമ്മളത് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് കുറച്ച് നേരം ഉള്ള പണിയാണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് 2-3 ദിവസത്തേക്ക് നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കും. കാരണം ഈ കറികളൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്ററിനുള്ള ലഞ്ച് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്റർ സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് പെസാവ്യാഴവും ദുഃഖവെള്ളിയും അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടിയും കാണിക്കാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ എല്ലാവരുടെയും ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ ഈസ്റ്റർ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെയായിരുന്നു, നമുക്ക് എന്തായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ, എന്തൊക്കെയായിരുന്നു നമ്മൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് റെഡിയാക്കി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഈസ്റ്റർ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഈസ്റ്റർ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞൊരു സെലിബ്രേഷനാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇനി നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴായാലും നല്ലൊരു മെമ്മറീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈസ്റ്ററിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ മാത്രമല്ല, ഈസ്റ്റർ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവണത് ഓശാന തൊട്ടുണ്ട്. പക്ഷെ ഓശാനയുടെ അന്നത്തെ വിശേഷങ്ങൾ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പെസാവ്യാഴത്തിനുള്ളതും ദുഃഖവെള്ളിയാഴ്ചയും പിന്നെ ദുഃഖശനി, അതായത് ഈസ്റ്ററിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങളും പിന്നെ ഞായറാഴ്ച ഈസ്റ്റർ സൺഡേ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ. അങ്ങനെ അപ്പം ഉണ്ടാക്കാനുള്ള ഒരു ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നത് തന്നെയാണ്. അരിപ്പൊടി വേണം, പിന്നെ നമുക്ക് ഉഴുന്ന് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടാവണം. ഒരു 2 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം. പിന്നെ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് നാളികേരവും പിന്നെ ഒരു 4-5 ചുവന്നുള്ളിയും പിന്നെ ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ കുറച്ച് ജീരകവും ഇതെല്ലാം കൂടിയിട്ട് നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബാറ്റർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധിക നേരം ഇതിങ്ങനെ എന്താ പറയുക വെക്കില്ല, അതായത് പുളിക്കാനായിട്ട് വെക്കില്ല. കാരണം നമ്മൾ പുളിപ്പില്ലാത്ത അപ്പാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-20 മിനിറ്റ് നേരം വെക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റീമറിലൊക്കെ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെള്ളം വെക്കുന്നുണ്ട്. കാരണം ഒരു 15-20 മിനിറ്റ് നേരം വെക്കുമ്പോൾ ഉള്ള അത്രയും നേരത്തേക്കുള്ള രീതിയിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. പതുക്കെ കുറച്ച് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൽ വെളിച്ചെണ്ണ ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും ആക്കിയിട്ടൊന്ന് ആക്കാം, അതിൽ പിടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി പതുക്കെ നമുക്കിതിലേക്ക് ആ മാവ് അപ്പത്തിനാക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇതിനുള്ള ആ ഒരു പെസഹാപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബാറ്റർ ശരിക്കും ഒരപ്പത്തിനുള്ളത് തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പെസഹാപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുള്ള പാല് കുറുക്കിയെടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊന്നും കാണിക്കണില്ല. ഒരുപാട് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് കുക്കിംഗ് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ ഒരു വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ പെസഹാപ്പം സ്റ്റീം ചെയ്തെടുത്തു. അങ്ങനെ അത് റെഡിയാക്കി പിന്നെ പാലും കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കിനി പള്ളിയിൽ പോകണം. കുർബാന കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് അപ്പം മുറിക്കാനായിട്ട്. പള്ളിയിലേക്ക് പോകാനുള്ള തിരക്കാവുന്നു. അപ്പോൾ അതിനുള്ളിൽ നമ്മളിത് വേഗം റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ കുർബാനയുടെ ടൈം എന്ന് പറയുന്നത് ഒരു 5:30 അങ്ങോട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ സത്യത്തിൽ ടൈം മറന്നുപോയി. പെസഹയൊക്കെ അല്ല, അപ്പോൾ അത് കാരണം നമ്മളെല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പോഴേക്കും നമ്മുടെ അപ്പവും അതുപോലെ തന്നെ പാലൊക്കെ ഞാനെടുത്ത് റെഡിയാക്കി വെക്കുകയായിരുന്നു. ഇന്ന് നമുക്കിനി അപ്പം മുറിക്കണമല്ലോ. പെസഹൻ്റെ അന്നത്തെ വായിക്കാനുള്ളത് ഏതാണെന്നുള്ളത്. അങ്ങനെ അപ്പവും പാല് കുറുക്കിയതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ബൈബിളിലത്തെ പെസഹയുടെ അന്നത്തെ ഈശോ ശിഷ്യന്മാർക്ക് അപ്പവും അതൊക്കെ പങ്കുവെച്ച് നൽകിയതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വായിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ അപ്പം മുറിക്കലൊക്കെ ചെയ്തത്. അങ്ങനെ ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പം മുറിക്കലൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഏറ്റവും മുതിർന്ന ആളാരോ അവരായിരിക്കും നമുക്ക് ഈ അപ്പം മുറിച്ച് അതുപോലെ പാല് കുറുക്കിയതൊക്കെ നമുക്ക് എല്ലാവർക്കും തരാം. അങ്ങനെ നമ്മുടെ പെസഹാവ്യാഴത്തിന് വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി ദുഃഖവെള്ളി. 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ എന്താ പറയുന്നതിലും നമുക്ക് മറ്റേ എന്താ പറയുക പെസഹാവ്യാഴത്തിൻ്റെ കുറുക്കി ഉണ്ടാക്കുന്ന പാല് കുറുക്കിയതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം കഴിക്കാനും എല്ലാവർക്കും വലിയ ഇതുണ്ടാവില്ല. പക്ഷെ നമ്മളത് ആ ഒരു ഇന്നത്തെ ഒരു ദിവസം ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്, കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ പണി.
ഉണ്ടാക്കാന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ലല്ലോ. നമുക്ക് പാലെടുക്കുക, നാളികേര പാലിൻ്റെ ആവശ്യമില്ല, അതുപോലെ വെല്ലം പൊടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ പണി കുറവായതുകൊണ്ട് തന്നെ ടേസ്റ്റ് ആയാലും വെറുതെ അരിപ്പൊടി ഉപ്പിട്ട് കുറുക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ചിലവർക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ കഴിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കില്ല, കുറച്ച് വെറുതെ നമ്മൾ ആ ഒരു ദിവസത്തെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതിൽ പെട്ടെന്നാവും ചെയ്യും. കുറച്ച് പൊടി ഇട്ടിട്ടാക്കുമ്പോൾ വേഗമായി കിട്ടും ചെയ്യല്ലോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ അരിപ്പൊടി കുറുക്കലാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത്. ഈ ഒരു സംഭവം എല്ലാവർക്കും പരിചയമുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ സൈഡിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെസവ്യാഴത്തിൻ്റെ അന്ന് ഇങ്ങനെ ബെല്ലൊക്കെ ഇട്ടിട്ടുള്ള പാല് കുറുക്കിയതൊക്കെ ഉണ്ടാക്കും. അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചയും നമ്മളൊരു കുറുക്ക് പോലെ ഉണ്ടാക്കും. അതായത് അരിപ്പൊടി ഉപ്പിട്ടിട്ട് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറുക്ക് പോലെ ആക്കിയെടുക്കും. പിന്നെ നമുക്ക് ദുഃഖ വെള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നേരമാണല്ലോ. ഞങ്ങളെങ്ങനെയാണ് ഒരു നേരം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി ഈവനിങ് നമ്മൾ കുർബാനയ്ക്ക് പോവും. അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അത് പലരും പല രീതിയിൽ എടുക്കാറുണ്ട്. നമ്മളങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പാല് കുറുക്കലൊക്കെ കഴിഞ്ഞു. പാലല്ല, അരിപ്പൊടി കുറുക്കിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് പള്ളിയിലെ കുർബാന ഒരു 5 മണിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരും എന്താ പറയുക, നമ്മൾ വർഷത്തിൽ വേറെ ഒരൊറ്റ ദിവസം പള്ളിയിൽ പോയില്ലെങ്കിലും എല്ലാവരും വരുന്നൊരു ദിവസമാണ് ദുഃഖവെള്ളി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് അന്നത്തെ ദിവസം ലീവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. എന്നാലും പിന്നെ ഭാഗ്യത്തിന് നമുക്ക് കുറേ സെക്ഷനായിട്ട് പള്ളിയിൽ നമുക്ക് കുർബാന നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് പള്ളിയുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. നാട്ടിലാണെങ്കിൽ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. കാരണം നമുക്ക് പള്ളിയിൽ രാവിലെ നമ്മൾ കുർബാനയ്ക്ക് പോകും. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിന്നെ ഈവനിങ് ആകുമ്പോഴാണ് പിന്നെ നമ്മൾ പരിഹാര പ്രദക്ഷിണത്തിന് പോവുക. അപ്പോൾ ഇവിടെ അങ്ങനെ പരിഹാര പ്രദക്ഷിണമായിട്ടൊന്നുമില്ല. എന്തായാലും പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ നമുക്കിങ്ങനെ വിശപ്പും കുറച്ച് ക്ഷീണിച്ച് തളർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ കുർബാനയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അധിക സമയമുണ്ടല്ലോ ഈ ദിവസങ്ങളിലത്തെ കുർബാന. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നമ്മുടെ സാമ്പാറും അതുപോലെ ചെറുപയർ ഉപ്പേരിയും പിന്നെ പപ്പടമൊക്കെ കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കൊണ്ട് നമ്മുടെ അന്നത്തെ നമ്മൾ ഡിന്നർ അങ്ങനെ കഴിച്ചു.